നമസ്കാരം ചാക്കോച്ച, സുഖാണോ? രണ്ടു വാക്ക് സംസാരിക്കുക. എല്ലാവരും കുറേ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. ഓ, എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളി അല്ലേ? ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഇവിടെ ലുലുവിൽ, കോഴിക്കോട് ലുലുവിൽ ഒരു ഇവന്റിന് വരുന്നത്. അത് എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണെന്ന് നിസ്സംശയം പറയാവുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചുമായിട്ട് വരുമ്പോൾ അതിന് ഒരുപാട് സന്തോഷം കൂടും. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് മലയാള സിനിമയ്ക്ക് നൽകുകയും അതേപോലെ തന്നെ മലയാള സിനിമയുടെ പേര് ഒരു പരിധിവരെ ഇന്ത്യൻ സിനിമയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ് അദ്ദേഹം. ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സാണ്. അതേപോലെ തന്നെ ഷാഹി കബീർ, പോലീസ് കഥകളെന്ന് കേട്ടാൽ ഷാഹി കബീർ എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അതും ഒരുപാട് നല്ല മലയാള സിനിമകൾ, പോലീസ് കഥകൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ഇനിയും ലഭിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഷാഹി കബീർ ഇതിൻ്റെ തിരക്കഥാ സംഭാഷണം രചിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന ഛായാഗ്രാഹകനും കൂടിയായ റോബി രാജാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ, പ്രത്യേകിച്ച് എണ്ണം പറയുകയാണെങ്കിൽ നായാട്ട് പോലെ, ഇലവീഴ പൂഞ്ചിറ പോലെ, ഇരട്ട പോലെയുള്ള, കണ്ണൂർ സ്ക്വാഡ് പോലെയുള്ള പോലീസ് ബന്ധമുള്ള സിനിമകൾ, നല്ല സിനിമകൾ നൽകിയിട്ടുള്ള ഒരു പിടി ടെക്നീഷ്യൻസ് ഈ സിനിമയുടെ പിന്നണിയിലുള്ളപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഇവരുടെ കൂടെ ഓൾമോസ്റ്റ് ഈ സിനിമകളിലൊക്കെ, കണ്ണൂർ സ്ക്വാഡ് ഒഴിച്ച് ബാക്കിയുള്ള സിനിമകളിലൊക്കെ സാന്നിധ്യമായിരുന്ന ജിത്തു അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകൻ ഈ സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനാകുകയാണ്. ജിത്തു അഷ്റഫിനെ നമുക്ക് കണ്ടുപരിചയമുണ്ട്. അദ്ദേഹം ചില സിനിമകളിൽ അത്യാവശ്യം ഞെട്ടിപ്പിക്കുന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാഷൻ എന്തായാലും സംവിധാനം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ എന്താണ് മറ്റ് ഇവർ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് വരിക എന്നുള്ളത്, അത് ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം അത്രയ്ക്ക് എഫേർട്ട് അതിനുവേണ്ടി ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും എല്ലാവരും, പിന്നെ പ്രൊഡക്ഷൻ വാല്യൂ നോക്കുകയാണെങ്കിലും ഗ്രീൻ റൂം അതേപോലെ തന്നെ സിബി ചാവർ, അദ്ദേഹം നമുക്ക് പരസ്യരംഗത്ത് അദ്ദേഹം ഒരു അധികായനാണ്. അദ്ദേഹം ഇതിൻ്റെ ഒരു പാർട്ണറാണ്, പ്രൊഡക്ഷൻ പാർട്ണറാണ്. അതുപോലെ തന്നെ രഞ്ജിത്ത് നായർ, വനിത പോലെയുള്ള പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹവും ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പാർട്ണറാണ്. പിന്നെ ജെയ്ക്സ് ബിജോയ്, ചമൻ ജോക്ക്, അങ്ങനെ ഒരുപടി നല്ല ടെക്നീഷ്യൻസ് ഇതിലുണ്ട്. കൂടെ ഞാനും ഉണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഓഫീസ് കഥാപാത്രം, പോലീസ് വേഷങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുള്ള കഥാപാത്രം എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. കാരണം അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള, എന്താ പറയുക, എനിക്ക് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക പേഴ്സണലി ആണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷയുള്ളൊരു കഥാപാത്രമാണ് ഇതിലെ ഹരിശങ്കർ എന്നുള്ളത്. പ്രിയങ്കരിയായ പ്രിയാമണി ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മനോജ് കെയു, ജഗദീഷ് ചേട്ടൻ്റെ ഒരു മനോഹരമായ വേഷമുണ്ട്. പിന്നെ വിശാഖ് നായർ, റംസാൻ, ഉണ്ണിലാൽ, കുറേ പുതിയ താരങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും നല്ല പ്രകടനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് യാതൊരു സംശയം കൂടെ പറയാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ട്രെയിലർ ലോഞ്ചിലാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം എന്തായാലും പറയാം, ഈ ഒരു എനർജി, ഈ ഒരു ആവേശം, ഈ ഒരു സ്നേഹം നിങ്ങൾ തരുന്നത് യാതൊരു രീതിയിലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. സോ ഹോപ്പിംഗ് ഫോർ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടു എന്റർടൈൻ യു ഗൈസ്. ഈ ഒരു സ്നേഹം, ഈ ഒരു പ്രോത്സാഹനം തീർച്ചയായിട്ടും തിയേറ്ററുകളിലും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ട്രെയിലർ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം, ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയുക. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്.